മാഷേ, ഈ വി എസ് അച്യുതാനന്ദന് കേന്ദ്രം പത്മവിഭൂഷൺ കൊടുത്തത് പാർട്ടിയെ ഒരു കെണിയിൽപ്പെടുത്തിയിട്ടുണ്ട്, CPM-നെ. അതായത് അതിൽ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ 2 നിലപാടുകൾ പുറത്തു വന്നിട്ടുണ്ട്. MA ബേബി ഇന്നലെ പറഞ്ഞു ഇത് VS ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇത് വാങ്ങുമായിരുന്നില്ല. അദ്ദേഹം ഒരു നന്ദി പറഞ്ഞിട്ട് ഇത്തരം പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നത് ഞങ്ങളുടെ രീതിയല്ല എന്ന് പറയുമായിരുന്നു എന്ന്. എന്നാൽ ഈ പത്മവിഭൂഷൺ പ്രഖ്യാപനം വന്ന ഉടനെ പാർട്ടി സെക്രട്ടറി MB ഗോവിന്ദൻ പറഞ്ഞത് കുടുംബത്തിൻ്റെ സന്തോഷം ആണ് പ്രധാനം, അതുകൊണ്ട് അവരത് സ്വീകരിച്ചിരിക്കുന്നു, അപ്പോൾ അതങ്ങനെ ആകട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പാർട്ടിയിൽ 2 നിലപാടുണ്ട് എന്ന് ഇതിൻ്റെ അകത്ത് വന്നു. പക്ഷേ പാർട്ടിയുടെ നിലപാടായിട്ട് സാധാരണഗതിയിൽ നമ്മൾ ദേശീയ ജനറൽ സെക്രട്ടറി, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പ്രധാനമാണല്ലോ, കേരളത്തിൽ വെറും സെക്രട്ടറി അല്ലേ. അപ്പോൾ ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഇത് കുടുംബം നിരാകരിക്കണം എന്നാണ്. അപ്പോൾ ഈ അതേസമയം ബേബി VS ഇത് നിരാകരിക്കുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നത്, ഞാൻ പാർട്ടി ചരിത്രമൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ VS ജീവിച്ചിരിക്കുമ്പോൾ ഇത് കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ തന്നെ പാർട്ടി VS-നോട് ഇത് നിരസിക്കാൻ പറയുമായിരുന്നു എന്നുള്ളതാണ്. VS നിരസിക്കുമായിരുന്നു എന്നുള്ളതല്ല, അത് ബേബി പറയുന്നത് ശരിയല്ല. പാർട്ടി നിരസിക്കാൻ പറയുമായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ ഇത്തരം പുരസ്കാരങ്ങൾ സ്വീകരിക്കാൻ ഒരാൾക്കേ പാർട്ടിയുടെ അനുവാദമുള്ളൂ, അത് പിണറായി വിജയന് മാത്രം. അത് ഭാരതരത്നത്തിൽ ഒന്നും കുറയരുത് എന്നൊക്കെയുള്ളതാണ്. പിന്നെ ഇത് VS വ്യക്തിപരമായി സ്വീകരിക്കാൻ തയ്യാറാകുമായിരുന്നു എന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നതിന് ഒരു കാരണം, മുമ്പ് ഈ മറ്റേ 1962 യുദ്ധമൊക്കെ ചൈനയായിട്ടുള്ള യുദ്ധം നടക്കുന്ന കാലത്ത് ഇവരെ മുഴുവൻ പിടിച്ച് മറ്റ് 65 യുദ്ധകാലത്തുമൊക്കെ പിടിച്ച് ജയിലിലിട്ടല്ലോ. അങ്ങനെ പൂജപ്പുര ജയിലിൽ നടക്കുന്ന കാലത്ത് അവിടെ ഒരു പാർട്ടി ചേരി തിരിഞ്ഞ് VS-ന്റെ നേതൃത്വത്തിലൊരു ചേരി, ഈ K. അനിരുദ്ധൻ്റെ നേതൃത്വത്തിൽ CITUക്കാരുടെ വേറെ ചേരി, ഇവർ തമ്മിൽ ജയിലിൽ അടിയുണ്ടായി, 2 ചേരിയും തമ്മിൽ അടിയുണ്ടായതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രക്തദാനം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, അതിർത്തിയിലെ പട്ടാളക്കാർക്ക് യുദ്ധം നടക്കുകയല്ലേ, രക്തം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ രക്തം കൊടുക്കണം എന്നുള്ള നിലപാടാണ്, അതായത് ദേശാഭിമാനപരമായ നിലപാടാണ് VS സ്വീകരിച്ചത്. അപ്പം അദ്ദേഹം അത്തരം കാര്യങ്ങളിലൊക്കെ ഇന്ത്യയുടെ കൂടെയായിരുന്നല്ലോ, ഇന്ത്യക്കൊപ്പം അല്ലാതെ ചൈനയുടെ കൂടെ ആയിരുന്ന പല ആളുകളും പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ലേ. ഇങ്ങനൊരു പശ്ചാത്തലം കൂടി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ മാഷിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ബേബി പറയുന്നത് ശരിയാണോ? VS ജീവിച്ചിരുന്നെങ്കിൽ ഈ ഇങ്ങനെ ഒരു പത്മവിഭൂഷൺ പുരസ്കാരം അദ്ദേഹം വ്യക്തിപരമായി നിരസിക്കുമായിരുന്നോ? തീർച്ചയായിട്ടും ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ VS ഉണ്ടായി, ഇതൊക്കെ ഹൈപ്പോത്തറ്റിക് ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അല്ല ഹൈപ്പോത്തറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അവാർഡ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടല്ലോ. ഇല്ല, കിട്ടി. ഞാൻ പറയുന്നത് ഇപ്പോൾ കുടുംബം പറയുന്നത് ബേബി പറഞ്ഞാൽ എങ്ങനെ? അതെ, കുടുംബം നിരസിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. VS ഉണ്ടായിരുന്നെങ്കിൽ സ്വീകരിക്കുമായിരുന്നില്ല എന്നുള്ള പറഞ്ഞത്. ഇതിന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേറ്റ് കമ്മിറ്റിയോ അഖിലേന്ത്യാ കമ്മിറ്റിയോ, 2 കൂട്ടരും ഉത്തരം പറയേണ്ട കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഉയർന്ന നേതാവ് എന്ന നിലയിൽ മരിച്ചുപോയ ഒരാൾ, അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയാണല്ലോ അദ്ദേഹം ജീവിച്ചതും മരിച്ചതും. അപ്പോൾ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരാൾ ജീവിതകാലത്ത് ചെയ്ത സേവനത്തിന് ഒരു രാഷ്ട്രം നൽകുന്ന പരമോന്നത ബഹുമതി സ്വീകരിക്കാമോ സ്വീകരിക്കാൻ പാടില്ലയോ? അത് രണ്ടും തെറ്റാണല്ലോ. VS ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നില്ല. VS ഉള്ള കാലത്ത് അക്കാലത്ത് സ്വീകരിക്കേണ്ട എന്ന് തീരുമാനിച്ച പല കാര്യങ്ങളും പിന്നീട് രാഷ്ട്രത്തോടുള്ള ബന്ധത്തിൽ മാറ്റം വരുത്തിയിട്ടില്ലേ? സ്വാതന്ത്ര്യദിനം ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്നാ സ്വാതന്ത്ര്യദിനം ഇത്ര വിപുലമായിട്ട് ആഘോഷിക്കാൻ തുടങ്ങി. 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പാർട്ടി അംഗീകരിച്ചിരുന്നില്ല. ഇത് ബൂർഷ്വാ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു. പാലക്കാട് ചേർന്ന പാർട്ടി കോൺഗ്രസ് അല്ലേ ഇത് അംഗീകരിച്ചത്? എത്ര വൈകിട്ടാണ്? അപ്പോ അല്ല, ഇവര് അംഗീകരിച്ചിട്ട് വേണോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നാട്ടുകാരെ അംഗീകരിക്കാൻ? അത് ഇത് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇവർക്ക് അംഗീകരിക്കാൻ ഇപ്പോ ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യദിനം അംഗീകരിച്ചത് വൈകിയാണ്, ആഘോഷിക്കാൻ തുടങ്ങിയത് വൈകിയാണ് എന്നതുപോലെ തന്നെ VS-ന്റെ കാലത്തുള്ള നിലപാടുകളിൽ നിന്ന് ആ നിലപാട് തന്നെ ഇപ്പോഴും തുടരണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കുടുംബത്തിന് മരണാനന്തരം
ഈ പത്മവിഭൂഷൺ ബഹുമതി സ്വീകരിക്കാമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഒരു പാർട്ടി തീരുമാനമാണ്. ദേശാഭിമാനിയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അതെ, ദേശാഭിമാനി, തീർച്ചയായിട്ടും ദേശാഭിമാനിയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രണ്ടാളായാലും രണ്ടുപേര് പറഞ്ഞതും തെറ്റാണ്. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ബേബി പറഞ്ഞതും തെറ്റാണ്. ബേബി വ്യക്തിപരമായി എങ്ങനെ അഭിപ്രായം പറയും? അത് തീരുമാനിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന VS അച്യുതാനന്ദന്റെ മരണാനന്തര ബഹുമതി ഒരു വിഷയമാക്കിയെടുത്ത് അദ്ദേഹം അവസാനം ഉണ്ടായിരുന്ന ഘടകം പോളിറ്റ് ബ്യൂറോ അല്ലാത്തത് കൊണ്ട് സംസ്ഥാന കമ്മിറ്റി ഒരു തീരുമാനം എടുക്കുകയാണ് വേണ്ടത്. അത് രണ്ടുപേര് പറഞ്ഞു. ഗോവിന്ദ മാഷ് എങ്ങനെ അഭിപ്രായം പറയുക? കുടുംബത്തിന്റെ സന്തോഷമാണോ കമ്മ്യൂണിസ്റ്റുകാരുടെ സന്തോഷം? അല്ലല്ലോ. പാർട്ടിയുടെ സന്തോഷം എപ്പോഴും വേറെയല്ലേ. വ്യക്തിയല്ല പാർട്ടിയാണ് പ്രധാനം എന്ന് പറയുന്ന ഒരു പാർട്ടിയല്ലേ. കമ്മ്യൂണിസ്റ്റുകാരന്റെ കുടുംബ ബന്ധങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം EK നായനാരുടെ ഉണ്ടല്ലോ. അത് ഇവർ രണ്ടുപേരും വായിച്ചു നോക്കേണ്ടതാണ്. തീർച്ചയായിട്ടും വായിച്ചു നോക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിൽ എനിക്ക് രണ്ടുപേരും എടുത്തു ചാടിയാണ് അഭിപ്രായം പറഞ്ഞത്. രണ്ടുപേരും അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേരുടെ അഭിപ്രായം പരസ്പരം ഈ അവാർഡ് കൊടുക്കുമ്പോൾ എല്ലാവരോടും രാവിലെ 11:30 കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് വിളിച്ച് ചോദിച്ചതാണ്. ഈ ഗർവാബസി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അവാർഡ് തിരിച്ചു കൊടുക്കുന്ന പരിപാടി. ആ പരിപാടി ഒഴിവാക്കാനായിട്ട് ഇപ്പൊ എല്ലാം നേരത്തെ അറിയിച്ചിട്ട് സമ്മതം മേടിച്ചിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. എന്ന് പറയുമ്പോ BSന്റെ അരുൺകുമാറിനെ വിളിച്ച് ചോദിച്ചിട്ടാണല്ലോ അത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അല്ല, ഒരു ചെറിയ കാര്യം ആ കൂട്ടത്തിലുണ്ട്. അരുൺകുമാർ ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എനിക്ക് സംശയമാണ്. അദ്ദേഹത്തിന്റെ പൊതുവെയുള്ള ജീവിതവും നിലപാടും ഒന്നും ആയിരുന്നില്ല. VS തന്നെയും മോന്റെയും കുടുംബത്തിന്റെയും നിലപാടുകളോട് കലഹിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അതുകൊണ്ട് അരുൺ അഭിപ്രായം പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഒരു പക്ഷേ അത് അരുൺ എടുക്കുന്ന പല തീരുമാനങ്ങളും VSന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അരുണിനെ ചുമതലപ്പെടുത്തിയാൽ അത് പലപ്പോഴും പാർട്ടിക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ ദോഷം ചെയ്യും. വലിയ കീഴ്വഴക്കങ്ങൾ, തെറ്റായ കീഴ്വഴക്കങ്ങൾ. അരുൺകുമാറിന് സ്ഥാനാർത്ഥിത്വം വേണമെന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ എടുക്കുമ്പോ മോന് സ്ഥാനാർത്ഥിത്വം വേണമെന്നുണ്ടെങ്കിൽ മോൻ ഈ അവാർഡ് നിരസിക്കണം എന്ന് പാർട്ടി പറഞ്ഞ കേൾക്കണ്ടേ? അല്ല, അതുകൊണ്ടാവണമെന്നില്ല. എന്തായാലും പാർട്ടി തീരുമാനിക്കണം. എൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രീതിയാണെങ്കിൽ പാർട്ടി തീരുമാനിക്കണം. ഇതൊരു പുതിയ കീഴ്വഴക്കാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നവർ തരാമെന്ന് മാക്സസെ അവാർഡ് കമ്മിറ്റി KK ശൈലജയോട് പറഞ്ഞപ്പോൾ മേടിക്കരുതെന്ന് യെച്ചൂരി പറഞ്ഞു. അത് പറയണം. സത്യത്തിൽ വാങ്ങരുതെന്നോ വാങ്ങണമെന്നോ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്നാണ് ഈ രണ്ടാളും പറയേണ്ടത്. കുടുംബമാണെന്നല്ലല്ലോ പറയേണ്ടത്. ഗോവിന്ദൻ അരുൺകുമാർ പറഞ്ഞിട്ടുണ്ട് അവസാനം ഇതിൽ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. ഇപ്പോ അരുൺകുമാർ പറഞ്ഞതാണ് ശരി. പക്ഷെ ആദ്യത്തെ ചോദ്യം എൻക്വയറി അവിടുന്ന് വന്നപ്പോൾ തന്നെ അരുൺകുമാർ പറയേണ്ടിയിരുന്ന മറുപടി അത് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും വലിയ ഉയർന്ന നേതാവായി മരിച്ചുപോയ ഒരാളാണ് എന്റെ അച്ഛൻ. അത് തീരുമാനിക്കണം. കേന്ദ്രത്തിൽ നിന്ന് വിളിച്ചപ്പോ ഞാൻ MA ബേബിയുടെ നമ്പർ തരാം, അദ്ദേഹത്തിന് വിളിച്ച് ചോദിക്കുന്നു അരുൺകുമാർ. അങ്ങനെയെങ്കിലും പറയാമായിരുന്നു. അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിമാരോട് ആരായാലും അദ്ദേഹം ഒന്നാമത് അരുൺ ആ അഭിപ്രായം പറഞ്ഞതിന് അപക്വമാണ് സമ്മതം കൊടുത്തത്. രണ്ട്, സ്വീകരിക്കണം. എൻ്റെ അഭിപ്രായം ഇനി സ്വീകരിക്കണമോ വേണ്ടയോ എന്നാണ് സാർ എന്നോട് ചോദിക്കുന്നതെങ്കിൽ പുതിയ കാലത്ത് രാജ്യം കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിച്ചിരുന്നിട്ടും മരിച്ചുപോയ ഏറ്റവും ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ആദരിക്കാൻ രാജ്യം തീരുമാനിച്ചാൽ അത് എന്ത് വില കൊടുത്തും സ്വീകരിക്കണം. നയത്തിലും പരിപാടിയിലും ഒക്കെ മാറ്റം വരുത്തിയിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മാഷെ? കാരണം ബുദ്ധദേവ് ഭട്ടാചാര്യക്ക് 2022 ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ജീവിച്ചിരിക്കുന്ന ആളുടെ കഥയെ ഞാൻ ഇനി പറയുന്നത്. ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ സമ്മതം വാങ്ങിച്ചിട്ട് പത്മഭൂഷൺ പ്രഖ്യാപിച്ചു. അത് പാർട്ടി സമ്മതിച്ചില്ല. ഇതിനൊക്കെയാണ് സാർ ചരിത്രപരമായ മണ്ടത്തരം എന്ന് പണ്ട് ജ്യോതിബാസു പറഞ്ഞില്ലേ, ചരിത്രപരമായ മണ്ടത്തരം എന്ന്. അത് തന്നെയാണ് ഇതൊക്കെ. രാജ്യം കൊടുക്കുന്ന ബഹുമതി പട്ടികയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ പേര്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പട്ടികയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ പേര് വരുന്നതിനെ രവീന്ദ്രനാഥ ടാഗോർ 5ാം പത്തിയാണെന്ന് ടാഗോർ ജീവിച്ചിരുന്നപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റായിപ്പോയെന്ന് പിന്നെ ബുദ്ധദേവ് ഏറ്റു പറഞ്ഞല്ലോ, തിരുത്തിയില്ലേ? ഞാൻ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും തിരുത്തേണ്ടതുണ്ട്. എന്തെല്ലാം തിരുത്തി. അപ്പോ ആ തിരുത്ത് ഇപ്പൊ ചന്ദ്രബോസിനെ ചെറ്റാന്ന് വിളിച്ചത് ഓട്ടം തെറ്റായി പോയി. ചെറുകാടിന്റെ ആത്മകഥയുണ്ടോ എന്താണ് ജീവിതപാതയിലുണ്ട്. ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഇതിലിപ്പോ നമുക്ക് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു കാരണവശാലും ഒന്ന്, അതിൽ തീർച്ചയായിട്ടും അരുൺകുമാറിന് ഒരു കമ്മ്യൂണിസ്റ്റ് രീതിശാസ്ത്രം അറിയാത്തതിന്റെ കുഴപ്പം അതിൽ പറ്റിയിട്ടുണ്ട്. രണ്ട്, ഇപ്പൊ രണ്ടുപേര് പറഞ്ഞ മറുപടിയും അല്ല മറുപടി പറയേണ്ടത്. രണ്ടുപേരും പറയേണ്ടത് പാർട്ടിയാണ് ആലോചിക്കേണ്ടത്. ഇനി ബേബിക്ക് ആകെ പറയാവുന്നത് അത് പോളിറ്റ് ബ്യൂറോ ആണോ ആലോചിക്കേണ്ടത്, കേന്ദ്ര കമ്മിറ്റിയാണോ സംസ്ഥാന കമ്മിറ്റിയാണോ എന്ന് ബേബിക്ക് പറയാം. ഇനി സംസ്ഥാന കമ്മിറ്റി കൂടിയാലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. തീരുമാനമെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പക്ഷേ ഇതുവരെ എടുത്തു വന്ന ഒരു തെറ്റായ തീരുമാനം തിരുത്താനുള്ള ഏറ്റവും നല്ല സന്ദർഭം VSന് പരമോന്നത
ഒരു രാജ്യത്തിന്റെ ബഹുമതി കിട്ടുമ്പോഴാണ്. തിരുത്തണം എന്ന് തന്നെയാണ്, എന്ത് വില കൊടുത്തും തിരുത്തുകയും രാജ്യത്തിന്റെ ബഹുമതി പട്ടികയിൽ കമ്മ്യൂണിസ്റ്റുകാർ ദേശാഭിമാനികളുടെ പേരായിട്ട് കടന്നു വരികയും തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ശരിയായ തീരുമാനം. കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത് പിണറായി സർക്കാർ തീരുമാനിച്ചിട്ടില്ലേ? ഇവിടെ കേരള പ്രഭാകരൻ എന്നൊക്കെ പറഞ്ഞ അവാർഡുകളില്ലേ? പിണറായി വിജയൻ തീരുമാനിക്കുന്നതാണോ, അതല്ല ദേശത്തിന്റെ റിപ്പബ്ലിക് ദിനത്തിൽ ദേശത്തിന് കിട്ടുന്ന അംഗീകാരമാണോ വേണ്ടത് എന്നൊക്കെ തീരുമാനിക്കേണ്ടതാണ്. ഇവരെന്നും ഈ തീരുമാനം എടുക്കാൻ കുറച്ച് വൈകുന്നത് പൊതുവേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, കുറച്ചല്ല ചിലതൊക്കെ പലപ്പോഴും അല്ല. എന്നോടൊരു നേരിട്ട് പറഞ്ഞൊരു അനുഭവം ഉണ്ട്, പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്നോട് പറഞ്ഞ് ക്യാപ്റ്റൻ ലക്ഷ്മി എടുത്തിയ ചില പ്രസംഗങ്ങൾ, അവര് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ട് തോറ്റല്ലോ, ആരോട്? APJ അബ്ദുൽ കലാമിനോട്. അന്ന് അവർക്ക് പാലക്കാട് ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും സ്വീകരണം കൊടുത്തപ്പോൾ ഞാൻ യാത്ര ചെയ്തിരുന്നു അവരുടെ കൂടെ. അവർ എന്നോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, 13 കൊല്ലം ഒരു 4 മെമ്പർഷിപ്പ് എന്ന് പറയില്ല നമ്മൾ അദ്ദേഹത്തിന് അവർക്ക് അത് വലിയ വിലപ്പെട്ടതായിരുന്നു. കാരണം സുഭാഷ് ചന്ദ്രബോസ് ഇല്ലാത്ത ഇന്ത്യയിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പാണ് അവർക്ക് വേണ്ടത്. അത് വാങ്ങാൻ വേണ്ടി 13 കൊല്ലം നടന്നു അത്രേ. അപ്പോൾ INA സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള പോളിസിയാണ്. ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇവർ എപ്പോഴും വൈകുന്നു. ഏതായാലും ഇപ്പം നല്ല സന്ദർഭമാണ്. രാജ്യത്തിൻ്റെ ബഹുമതികൾ ഏതായിരുന്നാലും അത് സ്വീകരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാകേണ്ട സമയമാണ്. അത് അടിയന്തരമായി കമ്മിറ്റി കൂടി ആലോചിക്കുകയാണ് വേണ്ടത്. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിമാരും അഖിലേന്ത്യാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞതല്ല, 2 കൂട്ടരും പറയേണ്ട ഉത്തരം ഒന്നാണ്. അതൊരു പാർട്ടിയിലെ പോളിസി മാറ്ററാണ്. ഒരു ഡിസിഷൻ വേണം, കമ്മിറ്റി കൂടണം, ഞങ്ങൾ ഉടനെ കമ്മിറ്റി കൂടി അറിയിക്കാം എന്ന ഉത്തരമാണ് പറയേണ്ടത്. ഞങ്ങൾക്ക് ദേശാഭിമാനമുണ്ട്, ഞങ്ങൾ സാർവദേശീയതയുടെ കൂടെ മാത്രമല്ല എന്ന് തെളിയിക്കാൻ ഒരു അപൂർവ അവസരമാണ് പാർട്ടിയുടെ മുമ്പിലുള്ളത്. അതെ, തീർച്ചയായിട്ടും. സാർവദേശീയം മാത്രമല്ല, ദേശത്തെ മറികടന്നുകൊണ്ടുള്ള സാർവദേശീയം ഞങ്ങൾക്ക് എന്നും അപകടം വരുത്തിയിട്ടുള്ളൂ. അതാണ് ഈ പരുവത്തിൽ ഞങ്ങളെ എത്തിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും നയത്തിൽ അടിസ്ഥാനപരമായ വ്യതിയാനം വരുത്തും. എപ്പോഴും ഞാൻ അവസാനം ഒരു വാചകം പറയുന്നു, ഈ യൂറോപ്പും ഇന്ത്യയും തമ്മിലുള്ള കരാറിനെ MA ബേബി തള്ളിക്കളഞ്ഞത് ചൈനയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് മാഷ് ഓർക്കണം. തീർച്ചയായിട്ടും അത് നമുക്ക് ചർച്ച ചെയ്യണ്ടായി. ഇനി അങ്ങോട്ട് വലിയ ചർച്ച തന്നെ ആയിരിക്കും അത്. ഈ കരാറ് കൂടി വന്നതോടുകൂടി എനിക്ക് തോന്നുന്നു ബേബിയും തിരുത്താനാണ് സാധ്യത. ഇതൊക്കെ ഒറ്റയടിക്ക് വായിൽ തോന്നിയത് പറയാണ്. മാഷ് ഇവരൊന്നും EMS അല്ലല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.